നടന്നതെല്ലാം ശരിവച്ച് ആഭ്യന്തര വകുപ്പിന്റെ പക്കലുമുണ്ടായിരുന്നു ഒരു അന്വേഷണ റിപ്പോർട്ട്. അന്ന് പരാതി ഉയർന്നപ്പോൾ അന്വേഷിച്ചത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതുവാണ്. സുജിത്തിനെ സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ആ റിപ്പോർട്ട്. മാത്രമല്ല, ജീപ്പിൽ വച്ചും മർദ്ദിച്ചിട്ടുണ്ടാകാം എന്നും റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നു. സ്റ്റേഷനിൽ എത്തിക്കും മുമ്പ് വഴിയിൽ നിർത്തിയിട്ട് മർദ്ദിച്ചിരിക്കാം എന്നും റിപ്പോർട്ടിലുണ്ട്. സ്റ്റേഷനിലെ CCTVയിൽ എത്തും മുമ്പ് പരമാവധി മർദ്ദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് പ്രവർത്തിച്ചത്. എന്നാൽ സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞിട്ടും ചിലർക്ക് മതിയായില്ല. അങ്ങനെയാണ് മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ഗരുഡൻ തൂക്കവും കാവടിത്തുള്ളലും ഉരുട്ടലും നഖത്തിൽ ആണിയടിക്കലുമൊക്കെ ഒരു കാലത്ത് കേരള പോലീസിന്റെ സ്ഥിരം വിനോദമായിരുന്നു. ഏത് ഭരണം വന്നാലും അതിൽ നിന്ന് ഈ പോലീസ് ഒരിഞ്ച് പോലും മാറി സഞ്ചരിക്കില്ല എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമായത്. സുജിത്ത് ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും സംഘടിത ആക്രമണത്തിന്റെ ഭാഗമായിട്ടില്ല. പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നതിന്റെ ഭാഗമായുള്ള സമരങ്ങളിലാണ് പങ്കെടുക്കാറുള്ളത്. കരുവന്നൂർ സർവീസ് സഹകരണ സംഘത്തിലെ തട്ടിപ്പിനെതിരെയൊക്കെ ശബ്ദിക്കുകയും സമരം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടതായി രാഷ്ട്രീയ എതിരാളികൾ പോലും ആരോപിച്ചിട്ടില്ല. പിന്നെന്തിന് പോലീസ് മർദ്ദിച്ചു?